പുതിയ കാലത്ത് സ്ത്രീകൾ കൂടുതൽ രാഷ്ട്രീയമായി ഉത്ഭുതരാവേണ്ടുന്ന കാലമാണ്. കാരണം മുസ്ലിം ലീഗിൽ ഇന്ന് പ്രവർത്തിക്കുന്നതിൽ 50% പകുതിയിലധികം വരുന്നത് നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകളാണ്. നിങ്ങളാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന് കരുത്ത് നൽകേണ്ടത്. നിങ്ങളുടെ രാഷ്ട്രീയത്തിന് കരുത്ത് നൽകേണ്ടത്. ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് നടക്കുന്ന അനീതികളോട് ഏറ്റവും വലിയ പ്രതിപക്ഷമായി കലഹിക്കേണ്ടത് നിങ്ങളാണ്. ആ കലഹങ്ങൾക്ക് ആത്മവിശ്വാസത്തിന് മുന്നോട്ട് നടക്കാനുള്ള ഊർജത്തിന് ആദ്യ പ്രേരകമാവേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും മനുഷ്യന് ആത്മവിശ്വാസമാവുന്ന രാഷ്ട്രീയമായിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതാണ് സമദ് ഇവിടെ ആദ്യം സൂചിപ്പിച്ച ബൈത്തുർ റഹ്മ പോലെയുള്ള വീട് നൽകുന്ന പദ്ധതികൾ, മനുഷ്യന് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതികൾ, CH സെന്റർ പോലെയുള്ള പദ്ധതികൾ എന്ന് വെച്ചാൽ ആളുകൾ ഏറ്റവും അധികം കരുണയും ആർദ്രതയും സാമ്പത്തിക സഹായവും ആവശ്യമായി വരുന്ന സമയത്ത് അവർക്ക് അത് എത്തിച്ചു നൽകുന്ന CH സെന്റർ പോലെയുള്ള പദ്ധതികൾ അത് മുസ്ലിം ലീഗിന്റെ എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റാണ്. ബൈത്തുർ റഹ്മ പോലെയുള്ള പദ്ധതികൾ അഥവാ ആളുകൾക്ക് വീടില്ലാതായി പോകുന്ന, ഒരു കൂരയില്ലാതായി പോകുന്ന മനുഷ്യർക്ക് വീട് നൽകി സഹായിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന പദ്ധതികൾ അത് മുസ്ലിം ലീഗിന്റെ എക്സ്ക്ലൂസീവ് പ്രോജക്റ്റാണ്. അതിലൊക്കെ അപ്പുറത്തേക്ക് വിദ്യാഭ്യാസം, ഈ സമൂഹത്തിന്റെ മുഴുവൻ ഗ്രാഫ് ഉയർത്തുന്നതിന് വേണ്ടി ഈ സംസ്ഥാനത്ത് നമ്മൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള, ഒരു പക്ഷെ ഇന്ന് പോലും നമ്മൾ സ്വപ്നം കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയ മുന്നേറ്റമാവുന്ന വിദ്യാഭ്യാസ വിപ്ലവമാവുന്ന യൂണിവേഴ്സിറ്റികൾ അത് മുസ്ലിം ലീഗിന്റെ എക്സ്ക്ലൂസീവ് പ്രോജക്റ്റാണ്. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യന്റെയും, പ്രത്യേകിച്ച് മർദ്ദിത ന്യൂനപക്ഷത്തിന്റെ, മുസ്ലിംകളുടെ, അടിസ്ഥാന വർഗമായ ദളിതരുടെ, SC/ST വിഭാഗക്കാരുടെ, സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിം ലീഗ് നടത്തുന്ന പോരാട്ടങ്ങൾ അത് മുസ്ലിം ലീഗിന്റെ എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റാണ്. സംവരണത്തിന്മേലുള്ള പുതിയ കാല ചർച്ചകൾ, സംവരണമേ വേണ്ട എന്ന് പറയുന്നവരുടെ പുതിയ ടൂളായിട്ടുള്ള സംവരണം പോലെയുള്ള വിഷയങ്ങൾ അവിടെ നയപരമായ തീരുമാനമെടുത്തുകൊണ്ട് പാർലമെന്റിലാവട്ടെ, നിയമസഭകളിലാവട്ടെ, ബാക്കി ഏതിടങ്ങളിലാവട്ടെ നയപരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമായ പ്രഖ്യാപനങ്ങൾ അത് മുസ്ലിം ലീഗിന്റെ എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റാണ്. ഈ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും നിങ്ങളുടെയും മൊത്തത്തിലുള്ള ഉന്നമനത്തിന് വേണ്ടി വിവിധങ്ങളായ പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. ഈ കെട്ടിടം ഭാവിയിൽ അതായിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവനെ ചെന്ന് തൊടാൻ, നിങ്ങളുടെ ജീവിതത്തെ ചെന്ന് തൊടാൻ സാധിക്കുന്ന ഒരിടമായിരിക്കും. നിങ്ങളുടെ പഠനത്തിൽ, നിങ്ങളുടെ മുന്നോട്ട് പോക്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥാപനമായിക്കൊണ്ട്, പ്രസ്ഥാനമായിക്കൊണ്ട് മുസ്ലിം ലീഗ് ഉണ്ടാവും. ആ രാഷ്ട്രീയത്തെ, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ, നിങ്ങളുടെ ഉള്ളിലുള്ള തീയാകുന്ന രാഷ്ട്രീയത്തെ ഏറ്റവും മനോഹരമായി പുറത്തേക്കെടുക്കാൻ, കത്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആത്മബലമുള്ള മനുഷ്യരാവുക, രാഷ്ട്രീയമുള്ള മനുഷ്യരാവുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഈ ഒരു കൂട്ടിയിരുത്തത്തെ അഭിസംബോധന ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.